എല്ലാവർക്കും ശിങ്കുവൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൻ്റെ കൂടെ കൂർക്ക ഇട്ടിട്ടുള്ള മട്ടൻ കൂർക്ക വറുത്തരച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് 1/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി, ഇതിലേക്ക് ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേ പച്ചമുളകും ചെറുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ഇടിക്കലിലൊന്ന് ചതച്ചെടുത്തതും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുന്നായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ മീറ്റ് ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനെ നമ്മളൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ ചെരുകിയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് ഇതേപോലത്തെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഈ നാളികേരം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാഷ്യൂനട്ട് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ വറുത്തരച്ച കറിക്ക്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതിൻ്റെ മൂത്തൊന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകവും ഗ്രാമ്പും പട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ നല്ല രീതിയിൽ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മട്ടൻ ഒന്ന് കുക്കറിലൊന്നിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനത് ഒരു 8 വിസിൽ, ആ 8 വിസിലിൽ ഇത് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കൂർക്ക നല്ല രീതിയിൽ തന്നെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തലേ ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തൊലി പോയി കിട്ടും. എന്നിട്ട് ഇതിനത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കൂർക്കയൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം വെക്കാം. അപ്പം ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഒന്ന് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സവോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ചെറുള്ളി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ ഇത് ഇത്രയൊന്നും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഈ തക്കാളിയും ചെറുള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ ഇതിലേക്ക് നമ്മൾ ഒന്ന് മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബാക്കി പൊടികളൊക്കെ നമ്മൾ അരപ്പിലിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി മാത്രം ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കൂർക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആ കൂർക്ക ആ ചെറുള്ളിയിലും തക്കാളിയിലും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മട്ടനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഈ മട്ടൻ്റെ ഒക്കെ അംശം ഈ കൂർക്കയിൽ പിടിച്ചാൽ മാത്രമാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ കൂർക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇതിൽ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആ കൂർക്ക ഒന്ന് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂർക്ക നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതൊന്നും കൂടി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ അരപ്പും കൂടി ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ കറി നോക്കി തന്നെ മനസ്സിലാവും ഇത് നല്ല രീതിയിൽ തന്നെ കുറുകിയിട്ടായിരിക്കണത്. കാരണം ഇതൊന്നും കൂടി ഒന്ന് വെന്ത് ഇതിൽ വരണം. എന്താ പറയുക, ആ അരപ്പ് ഈ കൂർക്കയിലും മട്ടനിലും ഒക്കെ നന്നായി പിടിക്കും വേണം. എങ്കിൽ മാത്രമാണ് കറിയുടെ ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വീണ്ടും നമ്മൾ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. ഇനി ഇതിൽ കിടന്നിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരണം. അങ്ങനെ നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി മട്ടനും കൂർക്കയൊക്കെ അതിൽ നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇത്തിരി ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് വീണ്ടും നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം നമ്മുടെ എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ഉപയോഗിക്കാൻ തുറന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കറി ഇതേ ഒരു പരുവത്തിൽ നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ പിടിച്ച് ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.